ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂമി ചോട്ട. നമ്മുടെ പ്രമോദന്റെ കല്യാണത്തിന്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് കുറെ ഫുട്ടേജുകൾ മിസ്സായി. ഉള്ളതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പോ രാവിലെ നമ്മള് ചെറുക്കനെ ഒരുക്കാനും എനിക്കൊരുങ്ങാൻ വേണ്ടിയിട്ടും നസീറാത്തയുടെ നെസ്സിലാണ് വന്നത്. അപ്പൊ അതിന്റെ ഫുട്ടേജുകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമുക്ക് കല്യാണ ദിവസം എങ്ങനെയായിരുന്നു എന്ന് കണ്ടു നോക്കാം. അടിപൊളിയാണ്. എന്റെ ലിപ്സ്റ്റിക് ഒക്കെ ഇത് മതിയോ? മാഞ്ഞു പോകുന്നില്ലല്ലോ. മാഞ്ഞു ചാറ്റ് പറ. ഇനി അടുത്ത കല്യാണത്തിന് വേണം. ഞാൻ ഇനി അടുത്ത പരിപാടിക്ക് പൈസ ഇട്ടേക്കവേ. അയച്ചു മതി. പോവാന്ന് പറ. നിങ്ങൾ ഒരുങ്ങി ഗൈസ്, പോവാ നമുക്ക്. എന്ത് നടക്കുന്നു? നോക്കൂ. ഹലോ, അതെടുത്ത് എന്തൊക്കെയൊക്കെ കാണിക്കുന്നു ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഊരി പോകും, നമ്മൾ വീണ്ടും കുത്തും, അങ്ങനെയൊക്കെ. അയ്യോ, ഞങ്ങൾ വീട് വരെ വന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഈ സാധനം മേലോട്ട് നാളോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്കിളക് പോകുന്നു. മതി ഗൈസ്, ഇനി കല്യാണ വീട്ടിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. പാട്ട് എന്തുവാ ഇടയ്ക്ക് കൂടെ ഒരു പാട്ട് വേണ്ട. ചെറുക്കനിപ്പോൾ അങ്ങനെ ഇറങ്ങുമായിരിക്കും ഗൈസ്. ബാക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. എന്തിനാ ഓടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ന് വല്ലതും നടക്കുന്നോ അതുമില്ല. പോകാം. അങ്ങനെ ഞങ്ങൾ നേരതാ കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി. അവിടെയാണ് ചെറുക്കനുള്ളത്. നമ്മുടെ വണ്ടി സെറ്റായിട്ട് കിടപ്പുണ്ട് കേട്ടോ, ചെറുക്കനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ? ആ നിമ്മിമോളാട്ടോ ഓടുന്നത്, പാഞ്ഞോടുകയാണ് അവള്. വണ്ടി റെഡി. വരില്ലേ? പിന്നെ കുറച്ച് വൈകാരിക നിമിഷങ്ങളായിരുന്നു കേട്ടോ. വല്യമ്മയാണ് പ്രമോദന്റെ മൊത്ത കാര്യങ്ങൾ നോക്കിയിരുന്നത്. അതായത് പ്രമോദന് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ, മൂത്തത് വല്യമ്മ ആയതുകൊണ്ട് തന്നെ വല്യമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ചേച്ചി ഇല്ലാത്തത് കൊണ്ട് തന്നെ അണ്ണന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വല്യമ്മ ആയതുകൊണ്ട് തന്നെ വല്യമ്മയ്ക്ക് എന്തോ ഭയങ്കര സങ്കടം തോന്നി. നമുക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. അണ്ണനും സങ്കടമായി. പക്ഷേ ഈ അമ്മമാരെല്ലാം സ്ട്രോങ് ആയിട്ട് അണ്ണന്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും, അണ്ണന്റെ ആയാലും ഈ കുടുംബത്തിന്റെ ആയാലും എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്റെ സോമചേച്ചി എവിടെയോ പോയേക്കുമായിരുന്നു. സോമചേച്ചിയും വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. സോമചേച്ചി കരയാത്തതൊരു ഭാഗ്യമാണ്, പക്ഷെ വിഷമം വരുന്നുണ്ട്. വല്യമ്മ കരയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വല്യമ്മ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വല്യമ്മ മാത്രമാണ്. വല്യമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞില്ലേ, വല്യമ്മയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ്. പിന്നെ അതിന്റെ ഇടയ്ക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ. ഒരുപാട് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ അതിന്റെ ഇടയ്ക്ക് പൊന്നമ്പിളി ആണല്ലോ നാത്തൂൻ. അപ്പൊ പുള്ളിക്കാരി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് പേടിച്ചു പോയല്ലോ അമ്മി. പോവാം ഗൈസ്, പോവാം. സെറ്റ്. അങ്ങനെ വണ്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലോട്ട് കൈമാറി കേട്ടോ. ഞാനാണ് ഒഫീഷ്യൽ ഡ്രൈവർ ഓഫ് ദ ഗുരുവും. അപ്പം ഞാനാണ് കേട്ടോ പോകുന്നത്. മോൻകുട്ടിനെ അങ്ങ് ബാക്കിലോട്ട് ഇരുന്ന് തന്നു. അപ്പം ഞാൻ കയറി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എടാ അവൾ ഓടിക്കൂടാ, നീ എന്തിനാണ് ബഹളം വെക്കുന്നത്? അങ്ങനെ വണ്ടി ആയതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര ഡൗട്ടാണ് ഞാൻ ഓടിക്കുന്നത് ശരിയാണോ എന്നൊക്കെ. അപ്പോൾ ബാക്കി ഇരിക്കുന്നവരെല്ലാവരും എൻ്റെ സപ്പോർട്ടാണ്, എൻ്റെ ഗ്യാങ് ആണ് അവർ. അതുകൊണ്ട് അവർ പറയാം അവൾ ഓടിച്ചോളും, നീ ഒന്നും പേടിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ടുപോകണം കേട്ടോ. അപ്പം ഞാനാണ് ഗ്രൂമിനെ കൊണ്ടുപോയത്. വണ്ടി ഓടിക്കാനുള്ളത് ഇച്ചിരി കഷ്ടപ്പെട്ട പരിപാടിയാണെങ്കിലും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഏത് പെൺപിള്ളേർ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതുപോലെ പഠിക്കണം. പഠിച്ചിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമുക്കൊരു ഹൈപ്പാണത്. വണ്ടി ഓടിക്കാൻ പഠിക്കണം കേട്ടോ, അത് അത്യാവശ്യമുള്ളൊരു കാര്യം. പിന്നെ നേരെ അമ്പലത്തിന്റെ അടുത്തെത്തി. ഇതാണ് കേട്ടോ അവരുടെ അമ്പലത്തിന് അടുത്തായിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം നടക്കുന്നത്. കറക്റ്റ് സ്ഥലം ഏതാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അവര് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. നമ്മൾ വരിക, സ്വീകരിക്കുക എന്നുള്ളൊരു പരിപാടിക്കായിരുന്നു. പക്ഷെ വല്യമ്മയും വരുന്ന വണ്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് നിന്നു കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നേരെ സ്വീകരണ ചടങ്ങായിരുന്നു. അതും കോമഡി ആയിരുന്നു കേട്ടോ. അവരുടെ സൈഡിൽ നിന്നും നമുക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാ ചെയ്യണ്ടേ. അത് നമുക്ക് പരിചയക്കാരായതുകൊണ്ട് തന്നെ കുറച്ച് ചിരിയും ബഹളവും ഒക്കെ ആയിട്ടാണ് നമ്മൾ പരിപാടികളൊക്കെ നടത്തിയത്.
ഞാൻ ഈ ഫുട്ടേജ് എടുക്കുന്നെങ്കിലും എനിക്കും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ ഗൈസ്. അപ്പം അതിൻ്റെ ഒരു തിരക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അതാ കുറിയിട്ട് കൊടുക്കുന്ന ചേട്ടനും ഇവരൊക്കെ നല്ല രസമായിരുന്നു. ഒരു ജോയ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഇതിനകത്തൊരു കോമഡി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറുക്കൻ കയറി കഴിയുമ്പോൾ കൊരവിട്ടാണ് കേട്ടോ അവരുടെ സൈഡിൽ നിന്ന് നമ്മളെ വരവേറ്റത്. അത്രയ്ക്ക് പ്രമോദനമായിട്ട് അടുപ്പമുള്ളവരായിരുന്നു. അലീനയുടെ വീട്ടുകാരായാലും ചേട്ടന്മാരൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു അപരിചിതത്വം ഇല്ലായിരുന്നു. എന്തായിരുന്നു? അപരിചിതത്വം ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ദാ ചെറുക്കനെ കൊടുത്ത് കയറ്റി നിലവിളക്കും പിന്നെ നാരങ്ങയൊക്കെ കൊടുത്തു. നാരങ്ങയൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവരും വാങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെയാണല്ലോ ചടങ്ങ്. ആ കേറി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ പോയത് അലീനെ കാണാനായിരുന്നു. അലീനെ കണ്ട ശരിയാ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ നാത്തുമാരുടെ പടം പോയി പെണ്ണിനെ കണ്ടു കേട്ടോ. പെണ്ണ് ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപവും കാര്യങ്ങളും ഒക്കെ. നല്ല തിരക്കായിരുന്നു. ഇനിയും കുറേ പേര് വരാനുണ്ട് കേട്ടോ. അപ്പം കുറച്ച് മുഹൂർത്തത്തിന് കുറച്ച് അധികം സമയം ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. കസേരയൊക്കെ നമ്മൾ മറ്റേ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. ആർക്കും കൊടുക്കൂല. നമുക്ക് കിട്ടിയ കസേരയിൽ നിന്ന് നമ്മൾ ചത്താലും എണീറ്റ് പോകില്ല എന്നുള്ള സ്ഥിതിയായിരുന്നു കേട്ടോ. അപ്പം മാമൻ ഏതാണ്ട് എന്നോട് പറയുകയാണ്, നീ എപ്പോഴും ഫോൺ എടുത്ത് വെച്ച് വീഡിയോ എടുക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യും, അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അവിടെ തിരക്കുകളായി. ഏകദേശം സമയമൊക്കെ ആവാറായി. അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും സെറ്റാണ്. നമ്മൾ കല്യാണത്തിന് വേണ്ടി ബിസിയാണോ? അങ്ങനെ അപ്പം തമ്പുരുവിൻ്റെ കൊച്ചു അങ്ങനെയാണ് കരയുന്നത്. അപ്പം ഇത് അവര് ഫ്രണ്ടിലൊക്കെ വന്ന് നിന്ന് ഇതൊക്കെ പറയത്തില്ല. എന്തുവാ നമ്മൾ പറയുന്ന എല്ലാവരെയും കൈ ഊപ്പിയൊക്കെ വണങ്ങത്തില്ലേ? അതൊരു ചടങ്ങാണ്. എൻ്റെ കല്യാണത്തിൻ്റെ ഓർമ്മ എനിക്കുണ്ട് കേട്ടോ. അത് നല്ല മുഹൂർത്തമാണ്. നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ നമ്മൾ വന്നവരെയൊക്കെ താങ്ക്സ് പറയുന്ന രീതിയിൽ കുമ്പിട്ടൊക്കെ നിന്ന് അതിനുശേഷം കല്യാണ ചെറുക്കൻ മറ്റേ പേടിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പുള്ളി എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു സ്ഥിതിയിൽ നിൽക്കും. അപ്പോൾ പേടിച്ച് നിഷിയോട് പറയാ, പോവല്ലേ, സ്റ്റേജിൽ നിന്ന് പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെണ്ണ് വന്നു. പെണ്ണ് സുന്ദരിയായിട്ട് വന്നു. അണ്ണനുമായിട്ടൊക്കെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ചധികം സമയം എടുക്കുന്ന പരിപാടികളാണല്ലോ, ചടങ്ങുകളാണല്ലോ നമുക്ക് പൊതുവേ ഹിന്ദുസിൻ്റെ കല്യാണ പരിപാടികളിൽ ചടങ്ങുകൾ അങ്ങനെയാണല്ലോ. അങ്ങനെ പെൺകുട്ടിയുടെ അച്ഛൻ മാമനൊക്കെ വന്ന് ഇങ്ങനെ വെറ്റിലയും ബാക്കുമൊക്കെ കൊടുത്ത് അണ്ണൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് അലീനയെ. അപ്പം നമ്മൾ അലീനയെ നമ്മുടെ വീട്ടിലേക്ക് പണ്ടേ സ്വാഗതം ചെയ്തു. അതായത് നമ്മൾ നിശ്ചയം അവരുടെ കല്യാണമൊക്കെ തീരുമാനിച്ചപ്പോഴേ നമ്മൾ സ്വാഗതം ചെയ്തു. അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ കല്യാണത്തിൻ്റെ ഓരോ ബഹളങ്ങളും തിരക്കുകളും ഒക്കെയാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നീലുവിനെ അലീനയുടെ വീട്ടിലെ ആരോ എടുത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെയും കാണാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, അതോ തമ്മിൽ കൊടുത്തതാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓടി അവളെ കുറച്ച് നേരം നോക്കി. പിന്നെ ഇങ്ങനെ ഈ കാരണവർ ഓരോരോ കാര്യങ്ങൾ പറയുമല്ലോ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർക്ക് ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരിക്കും. അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ പെട്ടെന്ന് എൻ്റെ ആരാധകരുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കല്യാണത്തിൻ്റെ പരിപാടികൾ തീരാറായി കേട്ടോ. പിന്നെ ഈ ചെറുക്കൻ താലിയും കൂടെ കെട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ നാത്തൂന് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കൂടെ സ്റ്റേജിൽ കയറി നിന്നാലല്ലേ താലി കെട്ടിക്കൊടുക്കുമ്പോൾ അത് കൂട്ടിച്ചേർത്ത് കെട്ടിക്കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവളിങ്ങനെ നിന്ന് കറങ്ങുമായിരുന്നു. പിന്നെ ലാസ്റ്റ് അവൾക്കൂടെ നിൽക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ സമയം കൃത്യമായപ്പോൾ തന്നെ മുഹൂർത്ത സമയം ആയപ്പോഴത്തേക്ക് ആ പൊന്നപ്പുള്ളി ഓടി വരുന്നത് കാണുന്നില്ലേ, കണ്ടോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നിന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചെറുക്കൻ താലി കെട്ടിയപ്പം ചെറുക്കനൊരു അടിപൊളി സംഭവം കൂടെ ചെയ്തു കേട്ടോ. അത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഫോണിൽ കിട്ടിയില്ല. പക്ഷെ അതിന്റെ വീഡിയോ ഇവിടെ എന്ത് സംഭവിച്ചു, പ്രമോദൻ അലീനയ്ക്ക് മുമ്പ് കൊടുത്തു. ഹായ് ഗായ്സ്, ഇനി ആരാ ഉള്ളത്? മനുവണ്ണൻ നോക്കുന്നില്ല. മനുവണ്ണ ഗൈസ്, ഇവർക്കൊക്കെ പുച്ഛമാണെങ്കിലും വീഡിയോയിൽ വരണമെന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുമായിരുന്നു. അത്യാവശ്യം എല്ലാവരും എൻ്റെ വീഡിയോ കവറേജ് വന്നിട്ടുമുണ്ട്. മനുവണ്ണനൊക്കെ ജാട കാണിച്ചെങ്കിലും മനുവണ്ണനെ ഞാൻ പിടിച്ച് ഇതിനകത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബൈജു ചേട്ടനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ നിന്നത്. അപ്പം ഞങ്ങളുടെ ടീമാണല്ലോ, നമ്മളാണല്ലോ കസിൻസും നമ്മളാണ് ബന്ധുക്കളും ഒക്കെ ആയിട്ട് നമ്മൾ ഫുൾ ഓണായിരുന്നു. നിഷ ചേച്ചിക്കൊന്നും സമയമില്ല. നിഷ ചേച്ചിയല്ല, എൻ്റെ നിഷമോൾക്ക് സമയമില്ല. നിഷമോൾ മറ്റേ പ്രമോദിനെ എങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവർ കല്യാണം കഴിച്ചു, ഹാപ്പിലി മാരീഡ് ആണ്. കൗതുകം
അങ്ങനെ ആ തിരക്കിന്ന് ഞാൻ പെട്ടെന്ന് സ്കൂട്ടായി കേട്ടോ. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ ഒരു വണ്ടി ഓൾറെഡി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ കഴിച്ച് തീർന്നാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് ഇങ്ങനെ മറ്റേ കാത്തു നിൽക്കുകയാണ്. ഇവരൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാൻ എന്നുള്ള രീതിയിൽ. നല്ല തിരക്കുണ്ടായിരുന്നു. പ്രമോദനൊക്കെ ഇഷ്ടം പോലെ കൂട്ടുകാരുള്ളത് കൊണ്ട് തന്നെ കുറേ പയ്യന്മാരും അവരുടെ ബന്ധുക്കളും അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ നമുക്കറിയാവുന്നവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കുമല്ലോ എന്താണ് ഇവിടെ പരിപാടി എന്നുള്ളത്. അങ്ങനെ കല്യാണത്തിന്റെ പരിപാടികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടിയിലൊക്കെ ആളുകളൊക്കെ വന്നു. അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടെ രണ്ടാമത്തെ പന്തിക്ക് അങ്ങ് ഇരുന്ന് കേട്ടോ. മോൻകുട്ടനെയൊക്കെ തിരക്കിയിട്ട് എവിടാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ തിരക്കാനൊന്നും നിന്നില്ല. ഞങ്ങള് അച്ഛനും അമ്മയും വന്നതുകൊണ്ട് ഞാൻ അവരോട് ഇരുന്നങ്ങ് ഫുഡ് കഴിച്ചു. ഞാനും അബിക്കുട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, നിഷിയൊക്കെ പിന്നെ ചെറുക്കൻ്റെ കൂടെ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരെയൊന്നും തിരക്കാനൊന്നും പോയില്ല. നേരെ ഫുഡ് കഴിച്ചു. പക്ഷേ അതിനകത്തൊക്കെ വിഷമം തോന്നിയത് നമ്മുടെ വണ്ടി കണ്ടപ്പോഴാണ് കേട്ടോ. ഏതോ തല തെറിച്ചവർ തന്നെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. വല്ലവരും കാശ് കൊടുത്ത് മേടിക്കുന്ന വണ്ടി കാണുമ്പോൾ എത്ര അഹങ്കാരം കാണിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. ഇത് കാണുന്ന ഏതെങ്കിലും നാറികളാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയാ, നിനക്കും ഒക്കെ ഉണ്ടല്ലോടാ വണ്ടി സാധനങ്ങളൊക്കെ, ഇങ്ങനൊന്നും ആരെയും ഉപദ്രവിക്കരുത്, ആരുടെയും സാധനങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ. അതത്ര ശരിയുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങളിതാ, പിന്നെ വണ്ടിയാണ് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആരുടെ മുതലായാലും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണെന്നൊരു എല്ലാവർക്കും അതൊരു തോന്നൽ വേണം. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമൊന്നും അല്ലല്ലോ. ഇങ്ങനൊന്നും നശിപ്പിക്കുകയും ചെയ്യരുത് ആരുടെയും മുതൽ. നമുക്കിത് ക്യാമറ നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മെനക്കെടാതിരിക്കുന്നത് അതൊരു മാനുഷിക പരിഗണന. പക്ഷെ ഇത് ചെയ്ത കല്യാണം കഴിഞ്ഞു ഗൈസ്. ഞാനും എൻ്റെ ആര്യമ്മയും മാത്രമേ ഉള്ളൂ. എല്ലാരും പോയി, എല്ലാവരും പോയതൊന്നുമില്ല. എല്ലാരും മുടങ്ങാൻ പോയി. വയ്യ, വീട്ടിൽ പോയാൽ മതി. റിസപ്ഷനിൽ പോകുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പോകുമ്പോൾ എടുക്കുമ്പോൾ കാണിക്കാം ബാക്കി. അപ്പോൾ ഇവിടുത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി വണ്ടി കയറി വീട്ടിൽ പോകണം. ബൈ ഗൈസ്. പാച്ചു ചേച്ചി വിളിച്ചോണ്ട് പോവാ നമുക്ക്. കിട്ടി വാ വീട്ടിൽ പോവാ. അയ്യോ സങ്കടമായെന്ന് തോന്നുന്നല്ലോ. നമ്മളെ കൂടി സത്യം എടാ ചിരിക്കടാ, യൂട്യൂബിൽ കൊടുക്കും. മകേഷിനെ ഞാൻ കണ്ടു. മകേഷ് കരഞ്ഞു വയ്യ. അതോടെ യേശു ക്രിസ്തു രണ്ട് കൈയൊക്കെ പോട്ടെ പോവാം. കഴിയുമ്പോ അവര് വരും. നീ എന്തിനാ പോവാണ്. നിങ്ങൾ പെണ്ണിനെ കൊണ്ടുപോകണം. അലീനെ കരയുന്നതായിരിക്കും വരുന്നത് ഇതിനകത്ത് മൊത്തം. അലീനെ നോക്ക്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു ഗൈസ്. എന്തിനും ഇവിടെ നടക്കുന്നേ സംഭ്രാമറിയാം. ആ പോയിട്ട് പിന്നെ പോവാണോ? കാട്ടിലും മേട്ടിലും നിന്നൊക്കെ പടം എടുക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തോ പെണ്ണിനോട് പറയുന്നത് ദൈവം കണ്ടു. അതൊക്കെ തള്ളിയൊക്കെ ഇടുന്നു. പോയാ ആരാ സോ ടയേർഡ്. നാത്തൂന് വൈകിട്ടും ജോലി എടുക്കാം. പോവാ നമുക്കങ്ങ് വണ്ടി പോയി ഇരിക്കായിരുന്നല്ലേ. തമ്പുരാൻ കണ്ടു. അടച്ചോ മൂടിലെ പോകുമ്പോ പൊത്തൊക്കെ പോകുമ്പോ
ഒരാൾ പുക വിട്ട് വരുന്നു. ഇതെന്തത് പുക വണ്ടിയോ? ആദിത്യൻ ഗൈസ്. പിന്നെതാ റിസപ്ഷൻ എത്തി. റിസപ്ഷന്റെ പരിപാടികൾ ഇവിടെ ആയിരുന്നു. അപ്പം കരയോഗത്തിന്റെ ഒരു ഓഡിറ്റോറിയം കാര്യങ്ങളുമായിരുന്നു. അപ്പം വൈകിട്ടായപ്പോൾ അപ്പോൾ 2-3 പ്രാവശ്യം അപ്പം പറഞ്ഞല്ലേ. അങ്ങനെ നമ്മൾ നേരെ വന്നപ്പോൾ പൊന്നമ്പിളിയൊക്കെ സെറ്റ് ആയിരുന്നു. നാത്തൂനൊക്കെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ലതികമ്മോടുകൂടി ഒരു ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അകത്ത് ചെന്നപ്പോൾ പെണ്ണും ചെറുക്കുന്നത് സെറ്റ് നമ്മൾ വാങ്ങിയ അന്നത്തെ ഡ്രസ്സൊക്കെ ഇട്ട് സൂപ്പർ. ഫോട്ടോയ്ക്കൊന്നും വന്നതല്ലേ. എനിക്ക് വിശക്കുന്ന വല്ലതും തിന്നാലോ. നമ്മുടെ വീട്ടിലുള്ള ഫുഡ് കൊള്ളാവുന്ന നമ്മൾ തന്നെ പരീക്ഷിക്കണം അല്ലേ പൊന്നുമ്പിളെ. അവൻ തിന്ന് തീരായി. ഫുൾ ക്ലീൻ ഷേവ് ഒക്കെ അടിച്ച് പോയതാ. ഇതാണ് നമ്മളെ ചോറിനകത്തിട്ടങ്ങ് ഇളക്കി മറയ്ക്കുക. ഒരു വേഗം വിഴുങ്ങിയിട്ട് ഓടാൻ പോവാൻ തോന്നുന്നു. ഇങ്ങനെ വീട്ടിൽ നിന്ന് വരാറായി. അതിന് മുമ്പ് കഴിച്ചിറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആളുകളെയൊക്കെ ഇങ്ങനെ വരവേറ്റ് കുറേ നേരം ഇരുന്നു കേട്ടോ. 10 മണി വരെ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അടിപൊളി പ്ലാനൂടെ ചെയ്തു കേട്ടോ. എന്തായാലും മധുവിധുവൊക്കെ ആഘോഷിക്കാൻ വന്ന് ഞങ്ങളുടെ പ്രമോദനും അലീനയ്ക്കും എന്തെങ്കിലും ഒരു സർപ്രൈസ് നമ്മുടെ സൈഡിൽ നിന്നും കൊടുക്കണ്ടേ. അപ്പം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു. നമ്മൾ പരിചയമുള്ളവരെ കാണുമ്പോൾ ചിരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി ഇത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്നതും ഞാൻ കണ്ടു കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണേ ഏത് കളർ സാരിയാണ് ആ ചേച്ചി ഉടുത്തിരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള കോമഡീസ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു അടിപൊളി പ്ലാനിങ് കൂടെ ചെയ്തു കേട്ടോ. അപ്പൊ ഇന്ന് അവരുടെ മധുവിധവും കാര്യങ്ങളും ഒക്കെ. മധുവിധുവാണോ? അല്ല, ഫസ്റ്റ് നൈറ്റ്. അതൊക്കെ നമ്മൾ കുളവാക്കാനുള്ള പരിപാടികളൊന്നും ഇല്ല. പക്ഷേ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്കൊരു കിടിലം പരിപാടി നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കസിൻസിനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു കിടിലം പരിപാടിയായിരുന്നു. അപ്പം അതും ഈ വീഡിയോയുടെ ഫുൾ വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വീടെത്തിയത്. അതുകൊണ്ട് തന്നെ വേറെ പണികളൊന്നും ഒപ്പിക്കാൻ മമ്മി ചാച്ചാ ഇവിടെ പോകുന്നത് എനിക്ക് ഓർക്കില്ല. പോട്ട് വണ്ടി കയറി വിശക്കുന്നു. ആദ്യം എന്തിനാണ് ഇത്രയും പേർക്ക് പോയി ഇത്രയും വലിയ വണ്ടി? ഇപ്പൊ എത്ര പേരുണ്ട്? 11 പേരുണ്ടോ? 11 പേരുണ്ടോ? കൊച്ചിനെ നോക്കി പോണം കേട്ടോ. അതൊക്കെ കപ്പിൾസ് മാത്രമായിട്ട് ഇയാൾ എൻ്റെ കൂടെ വന്നതാ. പക്ഷെ ഇവര് അല്ല നമ്മൾ രണ്ടൊരു കപ്പിള് കയറാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് പണി മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നേരെ പാട്ടൊക്കെ പാടി. പാട്ട് ഞാൻ ഇടാത്തത് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആസ്വദിച്ച് ആടി തിമിർത്ത് ഞങ്ങൾ നേരെ വണ്ടർലയ്ക്കാണ് വിട്ടത്. 5 മണിക്ക് കുത്തി എണീപ്പിച്ച് എല്ലാ പീസിനെ അകത്ത് കയറ്റിയിട്ടാണ് നമ്മൾ വണ്ടർലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അത്യാവശ്യം ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൃമി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രബോധന അലിനിക്ക് ഉമ്മ കൊടുക്കുന്നത് ഞങ്ങൾ പൊക്കി. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ഞങ്ങൾ വണ്ടർലയിൽ എത്തി കേട്ടോ. അപ്പൊ വണ്ടർലയിൽ എത്തിയ സമയം എന്ന് പറയുന്നത് 2:15. ഞങ്ങൾ നേരത്തേക്ക് ഇറങ്ങിയതാ. പക്ഷെ എവിടെയൊക്കെ താങ്ങിയും തൂങ്ങിയും ഒക്കെ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് 2 മണി കഴിഞ്ഞു കേട്ടോ. 2:15 അടുപ്പിച്ചായപ്പോഴാണ് നമ്മൾ വണ്ടർലയിൽ എത്തിയത്. പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെ പോകാനായതുകൊണ്ട് പിന്നെ ഒന്നും ആലോചിച്ചില്ല. നേരെ നമ്മൾ കയറി. പക്ഷെ ഇതൊരു വൈബ് ട്രിപ്പായിരുന്നു. അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ടോ? നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു വണ്ടർല ട്രിപ്പൊക്കെ. അപ്പം നമ്മളതൊക്കെ തട്ടിക്കൂട്ടി അങ്ങ് പോയി. നമ്മുടെ ഒരു സന്തോഷം. പിന്നെ ഒരു മെമ്മറി അല്ലേ. അവർക്കൊരു കോർ മെമ്മറി ആയിരിക്കും. നമുക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ആയിട്ട് അതൊരു കിടിലൻ ട്രിപ്പാണ്. ഗായ്സ്, ഒരു 2 മണിക്ക് വരുന്ന വേറെ ആരും കാണത്തില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. വണ്ടർല എത്തുകയാണ്. എന്തെങ്കിലും കാര്യത്തിന് ഒരാവശ്യത്തിന് പോവുകയാണെങ്കിൽ മൊത്തം റീചാർജ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ വരെ വരണം. അതാണ് അതിൻ്റെ വിഷയം. ചാർജ് ചെയ്യട്ടെ.
അങ്ങനെ ഒരു 7 മണിക്ക് അവര് തെള്ളി ഇറക്കി ഞങ്ങളെ വെളിയിൽ വിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അങ്ങനെ അവസാനത്തെ കലാശക്കൊട്ടാണ് ഈ കാണുന്നത്. ഇത് ഡിങ്കിരി 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 പട്ടാളം പാട്ടാണ്. പാട്ടിടാനുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഇടാത്തതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അത്രയും വൈബ് ചെയ്താണ് തിരിച്ച് വീടെത്തിയത്. വീടെത്തിയപ്പോൾ മണി 2 മണി ഏകദേശം ആയി കേട്ടോ, കൊല്ലം തിരിച്ചെത്തിയപ്പോഴത്തേക്ക്. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഹോപ്പ് യു ഓൾസോ ലൈക്ക് ദിസ് വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.